ഏറ്റവും കൂടുതൽ പാലാ പള്ളിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ആ കുരിശുപള്ളിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിന് ജൂബിലി അവിടെ നടത്തുന്ന പെരുന്നാളിന്റെ ജൂബിലി തിരുനാൾ എന്നാണ് പറയുന്നത്. അപ്പൊ ആ പള്ളി, ആ കുരിശുപള്ളി പണിതത് ഈ സ്റ്റീഫന്റെ വല്യപ്പന്മാരാന്ന് പറയുന്നതിലെ ഭയങ്കര അതിശയം തോന്നുന്നുണ്ട്. സ്റ്റോണിൽ കൊത്തി വെച്ചിട്ടുണ്ട്. എന്താന്ന്? എന്റെ വല്യപ്പന്റെ പേര് മരിയ സൂസ എന്നാ. ഇത് പണിതയാള് മരിയ സൂസ. അത് മാത്രമല്ല, ആ പുള്ളി ജീവിച്ചിരിക്കുന്നവരെ എല്ലാ കൊല്ലവും പള്ളിയിൽ വന്ന് ആ പുള്ളിക്ക് ഉള്ള ചെലവിനും എല്ലാ പൈസയും കൊടുക്കുവായിരുന്നു. ഈ ബുദ്ധന്റെ പ്രതിമ ആരെങ്കിലും ഓർഡർ ചെയ്തിട്ടാണോ ഉണ്ടാക്കുന്നത്? ഇതിപ്പോ എത്ര നാള് വേണം ഇത് തീരാനായിട്ട്? ഇത് നമുക്ക് എന്നായാലും ഒരു 3 ആഴ്ച എന്നാലും ആവശ്യം വരും. എത്ര പേര്? ഒരാള് ചെയ്യണം. AK വ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പൊ നിൽക്കുന്നത് പൊൻകുന്നത്താണ്. പൊൻകുന്നത്ത് സെന്റ് ആന്റണി സ്റ്റോൺ വർക്ക് അവിടെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിരവധി ശില്പങ്ങള് ഇവര് പണിയുന്നുണ്ട്. ഞാൻ ഇതുവരെ ഇവിടെ കയറിയിട്ടില്ല, അതൊന്ന് കാണാമെന്ന് കരുതി. ഇവിടുത്തെ കാഴ്ചകള് ദേവാലയങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കും അതുപോലെ തന്നെ വിവിധ ശില്പങ്ങൾ പണിയുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒന്ന് കാണാമെന്ന് കരുതി. ഇത് മാത്രമല്ല, ഇത് സ്റ്റീഫൻ എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ നടത്തിപ്പ്. സ്റ്റീഫന്റെ ഫാദർ ആന്റണിയും കൂടിയാണ് പാലാ പള്ളിയിലെ കുരിശുപള്ളി പണിതിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ഒരു രഹസ്യമായിട്ട് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെ ഒന്ന് കണ്ട് ഒന്ന് ആ കാഴ്ചകളിലേക്കൊന്ന് പോകാം. അപ്പൊ സെന്റ് ആന്റണീസ് സ്റ്റോൺ വർക്കിന്റെ ഉടമയായ സ്റ്റീവനെ നമുക്കൊന്ന് പരിചയപ്പെടാം. സ്റ്റീവ, നമസ്കാരം. എന്നാക്കുണ്ട് വിശേഷം? ഞാന് എന്നും ഇതിലെ പോകുമ്പോ എപ്പോഴും ഓർക്കും എത്ര മനോഹരമായിരിക്കുന്നു. നമ്മളെ റോഡിൽ പോകുമ്പോ തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോന്നും ഇങ്ങനെ കാണുമ്പോഴേ ഓർക്കും ഇവിടെ ഒന്ന് കേറണം, ഒന്ന് പരിചയപ്പെടണം, ഇതിന്റെ ഒരു വീഡിയോ എടുക്കണമെന്നൊക്കെ. ഇത് നിങ്ങളുടെ പണ്ട് മുതലേ ഉള്ള ഒരു കുലത്തൊഴിലാണ്? കുലത്തൊഴിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാരണവരൊക്കെ കല്ലും കൊണ്ടുള്ള പണികളായിരുന്നു. അന്ന് മിഷനറീസ് ഒന്നും ഇല്ലല്ലോ. ഉളിയും കൊണ്ടുള്ള കൊത്തപണികളൊക്കെ പണ്ട്. ഈ പാറയെന്ന് കല്ല് കീറി അത് ഉളിയും കൊണ്ട് ഇതൊക്കെ ചെറിയ ചെറിയ ഇതുകളൊക്കെ ആയിട്ട് പള്ളികളെ, അമ്പലങ്ങളെ, ഇങ്ങനെയുള്ള പണികളൊക്കെ ആയിരുന്നു അവർക്ക്. അപ്പൊ ഞാന് ഇങ്ങോട്ട് കയറി വന്നു, സ്റ്റീവന്റെ കടയിലോട്ട് കയറി. സ്റ്റീവ, ഇവിടെ ഇരിക്കുന്ന ഈ സാധനങ്ങള് പിന്നെ ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തരാമല്ലോ? പറയാം. അരകല്ല് പല സൈസുകളുണ്ട്. നമ്മള് ഇവിടെ തന്നെ കൊത്തിയെടുക്കുന്ന അരകല്ല്. പിന്നെ അരകല്ല് ചെറുതും വലുതും എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. പോളിഷ് ചെയ്തുണ്ട്. പിന്നെ ഇടികല്ലുകള് ചെറുതുണ്ട്. പിന്നെ ഇത് തുളസിത്തറ. പിന്നെ ഈ വിളക്ക് ഇതൊക്കെ അമ്പലത്തിൽ വെക്കുന്നതല്ലേ ഇത്രയും വലുതൊക്കെ? അതോ പള്ളിയിലും? അതിന്റെ മണ്ടയിൽ കുരിശ് ഒന്ന് പണിത് വെക്കുവാണെങ്കിൽ പള്ളിയിൽ വെക്കാവുന്ന. ഇത് എന്നാത്തിനുള്ളതാണ്? ഇത് ഇങ്ങനെ നമ്മള് മരുന്നൊക്കെ, പച്ചമരുന്നൊക്കെ ഉരയ്ക്കാനായിട്ട്. ശരിയാ, നമ്മള് ഓടിപ്പോയി അരകല്ലയിലോട്ട് ഇട്ട. പിന്നെ ഇത് അലക്കുകല്ലാണ്. ഇത് വേറെ ഒന്നും ചെയ്യണ്ട, ഇത് കൊണ്ടുപോയി അങ്ങ് വെച്ചാ മതി. അലക്ക് എല്ലാം ഇട്ട് ഉപയോഗിക്കാം. ഇത് മാർബിൾ ചെയ്തിരിക്കും. ഇത് ഈ ഗ്രാനൈറ്റിലാണ്. ശിവനാണത് അല്ലേ? ശിവൻ. അപ്പൊ ഇത് വീട്ടുകളിലേക്കൊക്കെ മേടിച്ചോണ്ട് പോകും? വീടുകളിലേക്ക് വാങ്ങിച്ചോണ്ട് പോകുന്നുണ്ട്. ഈശോയുടെ പടമുണ്ട്, മദർ തെരേസ. ഇത് കമ്പ്യൂട്ടറിൽ ചെയ്തതാണോ? ഇതെങ്ങനെയാ? ഇത് മരിച്ചവരുടെ ഫോട്ടോയാണ്. ഇതെങ്ങനെയാ ചെയ്യുന്നത്? അത് നമ്മള് ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. ആർട്ടിസ്റ്റ് അത് സ്കെച്ച് ചെയ്തിട്ട് പുള്ളി ചെറിയ മെഷീനും കൊണ്ട് ഇങ്ങനെ കൊത്തുന്ന, അത് കല്ലറ സ്റ്റാമ്പുകളിൽ ഒട്ടിക്കുന്നതാണ്. ഇതെന്നാ സാധനമാ? അത് ഈ കൈവിളക്ക്, അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ട് തിരികെ മറ്റേ മൺചിരാതിന്റെ
മറ്റേ ചപ്പാത്തിക്കല്ല്. ചപ്പാത്തി കല്ലുകൾ. ചപ്പാത്തിക്കല്ലാണ്. ചെറുതുകൊണ്ട് വലുതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. അതെ അതെ. ഇത് ഇത് ആട്ടുകല്ല്. ഇത് രണ്ട് ബുദ്ധന്റെ പ്രതിമകളാണ് വെച്ചിരിക്കുന്നത്. ഇത് എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? അമ്പലത്തിലേക്കാണ് അല്ല? ഹിന്ദുക്കളുടെ വീടുകളിൽ ഫ്രണ്ടിലൊക്കെ വെക്കുന്നുണ്ട്. നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാർക്കിലൊക്കെ കൊണ്ടുപോയി പാർക്കുകളിൽ വെക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്തെല്ലാം തരത്തിലുള്ള സാധനങ്ങളാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഒരു അടുക്കളയ്ക്ക് വേണ്ടത് ഈ ഇടികല്ലൊക്കെയാണ്. വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ കൂട്ട് അരകല്ലും ഒന്നും ഇല്ലല്ലോ ഇത്രയും വെയിറ്റ് ഉള്ളത്. അപ്പം ചെറിയ ഈ ഇടികല്ലിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. ഇവര് അമേരിക്കയ്ക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ വല്ലതും ഉണ്ടോ? ചെറിയ ഈ ചെറിയ അരകല്ലുകള്. ഇതിപ്പോ എന്നാലും ഒരു 10 കിലോയിൽ കൂടുതലുണ്ടല്ലേ? ഇതൊക്കെ വീട് വെക്കാൻ നേരത്തൊക്കെ വെക്കുന്ന കല്ലുകളല്ലേ? അതെ അതെ. ഇത് ഓം കുത്തിയാൽ ഹിന്ദുക്കളുടെ മറ്റേത് ഈ ഇതിനകത്ത് പഞ്ചലോഹം വെച്ചിട്ട് ഇത് കൂട്ട് കല്ല് വെച്ച് അടയ്ക്കും. അത് ശരി. അടച്ചിട്ട് തിരുമേനിയോട് വെഞ്ചരിച്ച് വാങ്ങിക്കും. ക്രിസ്ത്യാനികളാണെങ്കിൽ അച്ഛന്റെ അടുക്ക കൊടുത്ത് വാങ്ങിക്കും. അങ്ങനെ ആദ്യ കല്ലിടിയിൽ നിന്നുള്ള ഇതാണ്. ഇതെന്നാ സാധനം? ഇത് നമ്മള് ബാത്റൂമിൽ കാലരയ്ക്കാനുള്ള സാധനമാണ് ഇത്. അപ്പം അതിന്റെ വലുതുണ്ട്, ചെറുതുണ്ട് അല്ലേ? അപ്പൊ ഒരു വീട് നിർമ്മിക്കുമ്പോ ഇതെല്ലാം ആവശ്യമുണ്ട്. എന്തെല്ലാം സാധനങ്ങൾ ഇവിടെ വന്ന് തന്നെ വാങ്ങിക്കാൻ പറ്റുന്നു. അപ്പൊ കല്ലിന്റെ നിരവധി ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇതിന്റെ ഇരട്ടിയുണ്ട് അവിടെ ആ നിർമ്മാണം നടക്കുന്നിടത്ത്. അപ്പം അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നമുക്ക് പോകാം. കാണുന്ന കണ്ടില്ലേ, ഇത് ഓരോ വീടിന്റെ മുന്നിൽ വെക്കുന്ന നെയിം ബോർഡുകളാണ്. ഇതെല്ലാം ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് അല്ലെ? പല വർണ്ണങ്ങളിലല്ലേ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, നാദം. പിന്നെ ഓരോ നല്ല നല്ല പിക്ചർ, പിന്നെ വളരെ മനോഹരമായിട്ടാണ് അത് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, കല്ലറ സ്ഥാപിക്കുന്ന ബോർഡുകൾ വെച്ചിരിക്കുന്നു. മരിച്ച ആളുടെ നല്ല ഫോട്ടോയും വെച്ച് നല്ല ഫിനിഷിങ്ങിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഇന്ന് നല്ല കണ്ടില്ലേ, പേരും ഒക്കെ എഴുതി. ഇതൊക്കെ ക്ഷേത്രങ്ങളിൽ വെക്കുന്ന വിളക്കുകളല്ലേ? ഇതൊക്കെ വലിയ കൽവിളക്കുകൾ. അതെ അതെ. അതെ അതെ. ഇതാകുമ്പോഴത്തേക്ക് 3 തട്ട് ചെയ്തിരിക്കുന്നു. മറ്റേത് 5 തട്ടുണ്ടല്ലേ? അതേലാകുമ്പോഴത്തേക്ക് ഒരു 50 തിരി വരെ ഇടാം. ഇതേലൊരു 30 തിരി നാളമിട്ട് കത്തിക്കാവുന്നതാണ്. സെന്റ് ആന്റണീസ് സ്റ്റോൺ വർക്കിന്റെ ഗോഡൌൺ ആണിത്. എന്തെല്ലാം സാധനങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ പള്ളിയിലെയാണോ അമ്പലത്തിലെയാണോ? പള്ളിയിലെ ആവശ്യങ്ങളുണ്ട്, അമ്പലത്തിലെ ആവശ്യങ്ങൾക്കുണ്ട്. അമ്പലത്തിലെ കൽവിളക്കുകള്, സ്റ്റെപ്പുകൾ, പടികള്, പിന്നെ ഈ നടപാത, മറ്റേ ഇത് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പള്ളികളിലെ ഈ അൽത്താര, കൽക്കുരിശ്, ആ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ മരിച്ചവരുടെ കല്ലറകളുടെ പണി കൂടുതൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. കൽവിളക്കുകള്. ഇത് നമ്മുടെ പള്ളിയിലെ മാമോദീസ തൊട്ടിയല്ലേ? അതെ അതെ, പള്ളിയിലെ മാമോദീസ തൊട്ടിക്ക് വേണ്ടിയാ. ഇനിയിപ്പോ അകമൊക്കെ പോളിഷ് ചെയ്തെടുക്കുവേ. ഇതിനേക്കായി വലുതോ ഉണ്ടോ? വലുതുണ്ട്. നമ്മള് ചില പള്ളിയിലൊക്കെ നല്ല വലിപ്പമുള്ളതാ വലിയതിരിപ്പുണ്ട്. അപ്പൊ ഇത് ഇനി പോളിഷ് ചെയ്യണം. ഇത് പോളിഷ് ചെയ്യണം. അതുപോലെ ഈ കുരിശൊക്കെ കുരിശടിക്ക് വേണ്ടിയുള്ളതാണോ അതോ പള്ളിക്കാര് തന്നെ കൊണ്ടുവരും? പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ വെക്കാനുള്ള കുരിശ. അതിന്റെ അടിവശം വേറെ പൊക്കം വരും. പിന്നെ അടിയിലെ ഇതുപോലെ ഒക്കെ പീഠങ്ങള്, ഇതൊക്കാലും വലിയ പീഠങ്ങൾ ചെയ്ത് സെറ്റപ്പ് ചെയ്യുന്ന വലിയ പണിയുണ്ട്. അതാണേലും ചെയ്യും. പിന്നെ ഈ കല്ല് ഇതെന്നതാ? അവിടെ ഇരിപ്പുണ്ടായിരുന്നു, കാലൊരയ്ക്കുന്നല്ലേ? ഇത് നമ്മള് മുറിക്കകത്ത് ബാത്റൂമിനകത്ത് വെക്കുന്നതാ. ഇതാവുമ്പോഴത്തേക്ക് വെളിയിൽ ഇട്ടിട്ട് നമ്മളുടെ കാലിന്റെ എല്ലാ ഭാഗവും ഉരച്ച് കഴുകാനുള്ള സൗകര്യത്തിന് വേണ്ടി പണിത് വെച്ചിരിക്കുന്ന. അപ്പൊ ഇത് ഗ്രാനൈറ്റ് ആണ്, കുറെ ഇരിപ്പുണ്ടല്ലോ. ഇത് ശരിക്കും എന്തിനുള്ളയാ?
കല്ലറ വെക്കാനുള്ള കല്ലറയുടെ ആവശ്യത്തിന് കല്ലറയുടെ വലുപ്പം അനുസരിച്ചത് കട്ട് ചെയ്ത് പുറകിൽ കൊണ്ട് കട്ട് ചെയ്ത് സൈഡൊക്കെ ഗ്രൈൻഡ് ചെയ്ത് പേരുമൊക്കെ എഴുതാനുള്ള സംവിധാനം പുറകിലുണ്ട്. ഈ ഗ്രാനൈറ്റ് എല്ലാം നിങ്ങൾ എവിടുന്നാ കൊണ്ടുവരുന്നത്? ഗ്രാനൈറ്റ് നമ്മള് സേലത്തിൽ നിന്ന് എടുക്കും, പിന്നെ ആന്ധ്രയിൽ നിന്ന് എടുക്കും. പല ക്വാളിറ്റികളുണ്ട്. ഇതെന്നാ ശിവ? ഇത് നമ്മള് ഒരു സ്ഥലം വാങ്ങിച്ചാലേ അത് അതിരുകല്ല് തിരിക്കാനുള്ള അതിരുകല്ലാണ്. അതിനെ കൊണ്ടുപോയി ഇത് അല്ലേ? അന്നേരം ഇത്രയും പൊക്കം മതിയോ? ഇത്രയും പൊക്കം മതി. ശകലം ഒരു അടയാളം ഈ 3/4 അടിയോളം ഇത്ര ഇതിനകത്ത് പോയാൽ മതി. കോൺക്രീറ്റ് ചെയ്താൽ മതി. ബാക്കി വെളിയിൽ നിന്നോ. ഇതന്നെ ഈ ഒരു അടയാളം അത് നമ്മുടെ കേരളത്തിലെ ഇതിന്റെ സിമ്പൽ വേണം. ഇത് തെങ്ങിന്റെ ഒരു മാർക്കിംഗ് ആണ്. ഓ, കേരളത്തിലെ നമ്മുടെ കേരനാട്. അപ്പം തെങ്ങാണ് ഇതിനകത്ത് വരച്ചു വെച്ചേക്കുന്നത് അല്ലേ? ക്ഷേത്രത്തിലെ ചുറ്റോട് ചുറ്റും വെക്കുന്ന ബലിക്കല്ലുകളാണിത്. അതുപോലെ തന്നെ ശിവലിംഗം ഉണ്ട്. അപ്പം സെന്റ് ആന്റണീസ് സ്റ്റോൺ വർക്കിലെ ഗോഡൌണിലെ എല്ലാ സാധനങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോ അപ്പുറത്ത് വർക്ക് നടക്കുന്നുണ്ടോല്ലോ? വർക്ക് നടക്കുന്നുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് പണിക്കാർ കുറവാണ്. 2-3 പേരേ ഉള്ളൂ. പണി നടക്കുന്നുണ്ടല്ലേ? അപ്പൊ ഇന്ന് ഞായറാഴ്ച ആയാലും പണിക്കാരുണ്ട് അല്ലേ? പണിക്കാരൊക്കെ എവിടുത്തുകാരാ? പണിക്കാര് തമിഴ്നാട്ടുകാരാ കൂടുതലും. നാറൂലുകാരുണ്ട്, കമ്പംകാരുണ്ട്. ഇങ്ങനെ നമ്മളിപ്പോ 2-3 പേര് എന്നും ഇവിടെ സ്ഥിരമുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം പണികൾ വന്നാലും ചെയ്യാവുന്നതാണ്. സ്റ്റീവന്റെ മോനും സഹായിയായിട്ടുണ്ടല്ലോ? എന്റെ മോന് ഇപ്പം മെയിനായിട്ട് പുള്ളിയെ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ശരി. അപ്പൊ സ്റ്റീവന്റെ പണിപ്പുരയിലോട്ട് ഞാൻ കയറിയിരിക്കുകയാണ്. അതാ 2 പേര് നിന്ന് കല്ല് കൊത്തുന്ന ഒരു ശില്പമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇവിടെ ഇതും എന്ത് ശില്പ? ഇത് ബുദ്ധന്റെ ആണോ? ബുദ്ധന്റെയാ. അപ്പൊ നമ്മുടെ ശില്പി ആരാന്നറിയണ്ടേ? സ്റ്റീവന്റെ മോനാണ് അവൻ. എന്താ മോനെ പേര്? എന്റെ പേര് സാജനായിരുന്നു. സാജൻ. സാജൻ എന്താ ഇതൊക്കെയാണോ പഠിച്ചത്? എന്താ പഠിച്ചത്? ഇല്ല, നമ്മൾ പഠിച്ചത് ബിടെക് ആയിരുന്നു. ബിടെക് കഴിഞ്ഞാ? ഇപ്പം പപ്പയുടെ കൂടെ ഇന്ന് സഹായിക്കാൻ കൂടിയിരിക്കുകയാണ്. അപ്പം വേറെ ജോലിക്കൊന്നും പോയില്ല? ഇവിടെ തന്നെ ധാരാളം പണിയാ അല്ലേ? അപ്പൊ ഇതൊക്കെ പഠിച്ചോ? ഇത് നമ്മള് എത്ര നാളായി ഇവിടെ കൂടിയിട്ട്? ഒരു 4-5 വർഷമായി. ഇതിപ്പോ ഈ ബുദ്ധന്റെ പ്രതിമ ആരെങ്കിലും ഓർഡർ ചെയ്തിട്ടാണോ ഉണ്ടാക്കുന്നത്? ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ വരുന്നവര് അതുപോലെ തന്നെ പറയത്തില്ല, വേറെ ഒരു ടൈപ്പിൽ ചോദിക്കും. അങ്ങനെ വരുമ്പോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോ എത്ര നാള് വേണം ഇത് തീരാനായിട്ട്? ഇത് നമുക്ക് എന്നായാലും ഒരു 3 ആഴ്ച എന്നാലും ആവശ്യം വരും. എത്ര പേര്? ഒരാള്? നമ്മൾ ഒരാളിന് ചെയ്യണം 3 ആഴ്ച. അപ്പൊ ഇവിടെ പണിക്കാരെല്ലാം നാട്ടിൽ പോയിന്ന് സ്റ്റീവൻ പറഞ്ഞു. മോനും എന്താ പേരെന്താ? കപിൽ. എവിടെയാ സ്ഥലം? മാർത്താണ്ഡം. അപ്പൊ ഇതുപോലുള്ള ശില്പങ്ങൾ വേറെ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്? വേറെ നമ്മള് ഏത് ശില്പങ്ങളാണ് ചെയ്യുന്നുണ്ട്. നമ്മൾ മറ്റേ ഏത് പറഞ്ഞാലും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അമ്പലങ്ങളില് കൂടുതലും അമ്പലങ്ങളിലേക്കുള്ളത് ഓർഡർ അനുസരിച്ച് ചെയ്യും. പിന്നെ ക്രിസ്ത്യൻ പള്ളികളിലുള്ള അതിന്റെ ശില്പങ്ങളും ചെയ്യുന്നുണ്ട്. വേറെ പിന്നെ റിസാർട്ടുകളിൽ ഇങ്ങനെ വരുന്നുണ്ട്. അവര് പറയുന്ന നമ്മൾ ഫോട്ടോ ഒക്കെ കാണിക്കും, ഇല്ലെങ്കിൽ അവര് അതിന്റെ മോഡൽ പറയും. അതനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും. നമ്മളിപ്പോ മറ്റേ സ്റ്റോണിലാവുമ്പോ ഇങ്ങനെ 1 മാസത്തിന്റെ താമസം വരും. ഇതേ നമ്മള് ഫ്രണ്ടിലൊക്കെ കണ്ടത് നമ്മൾ മറ്റേ സിമെന്റിന്റെ വർക്കുകളാണ്. അതാവുമ്പോ അത്രയും താമസം വരുന്നില്ല. ഇത് കല്ലിനകത്ത് കൊത്തി എടുക്കുമല്ലേ? അതാ നമുക്ക് കൂടുതൽ സമയമാവും. അങ്ങനെ ശില്പവും കണ്ടു, ശില്പിയെയും കണ്ടു. ഞാൻ ആദ്യമായിട്ടാ ഒരു ശില്പിയെ കാണുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് സെന്റ് ആന്റണീസ് സ്റ്റോൺ വർക്കിന്റെ ഉടമയായ സ്റ്റീവനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും നേരം അത് ഞാൻ പറയാതിരിക്കുമായിരുന്നു. ഞാൻ ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഈ പാലാ പള്ളിയിലെ ആ കുരിശുപള്ളി പണിതതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. എന്റെ
വല്യപ്പനായിരുന്നു അതിന്റെ മെയിൻ കോൺട്രാക്ട്. ആ പുള്ളിയുടെ പേര് മരിയ സൂസ എന്നാ. മരിയ സൂസ. മരിയ സൂസ. നിങ്ങളെല്ലാം എവിടുത്തുകാരാ? ഞങ്ങള് തിരുന്ന് തക്കല. തക്കല നേരത്തെ കേരളത്തിന്റെ കൂടെ ഇരുന്ന സ്ഥലങ്ങളാണ്. ആ അപ്പം പുള്ളിയുടെ കൂടെ അവര് 3 പേര് ചേട്ടാനിയന്മാര്. എന്റെ അച്ഛൻ 3ാമത്തെ ആളാ. അപ്പൊ ഇവര് 3 പേരായിട്ടാ പണി തുടങ്ങിയത്. ചേട്ടാനിയന്മാര് 3 പേരായിട്ട്. പിന്നെ ആൾക്കാർ ഒരുപാട്. സ്റ്റീവന്റെ അച്ഛനും വല്യപ്പന്മാർ 2 പേരും ഒക്കെ ആയിട്ട് പണി തുടങ്ങി. അത് ആ പണി എന്ന് പറയുമ്പം ഈ കൊട്ടുകാപ്പള്ളിക്കാരുടെ ഒരു സ്പോൺസറിങ് ആണ്. അവര് ഇറ്റലിയിലെങ്ങാണ്ട ഒരു അവിടെ മാർബിളിൽ ചെയ്തു വെച്ച ഒരു ഇത് കണ്ടിട്ട് ഇവിടെ കല്ലേൽ ചെയ്യണമെന്നുകൊണ്ട് വള്ളിച്ചിറ എന്ന് പറയുന്ന ഇടത്തുള്ള കല്ല് നല്ല കല്ല, അവിടെ നിന്ന് എടുത്ത് ചെയ്യാൻ തുടങ്ങിയതാ. അതൊരു 32 വർഷമായിട്ടാ പണി തീർന്നത്. 32 വർഷം. അന്നത്തെ കാലത്ത് കല്ലുകൊണ്ട് മാത്രം അത് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? കല്ല് മാത്രം. ഇടയ്ക്ക് പേരിന് ചാന്ത് മാത്രം. 90% കല്ലാണ്. അതെ. അപ്പൊ ആന്റണിയുടെ അപ്പൻ അവിടെ ഉണ്ടായിരുന്നോ? അപ്പനവിടെ ഉണ്ടായിരുന്നു. സ്റ്റീഫന്റെ ഫാദർ ആന്റണിയും കൂടിയൊക്കെയാണ് ഇത് പണിതിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇതിനൊക്കെ എന്തെങ്കിലും തെളിവുണ്ടോ? തെളിവ് ഉണ്ട്. അവിടെ ഒരു സ്റ്റോണിൽ കൊത്തി വെച്ചിട്ടുണ്ട്. എന്താന്ന്? എന്റെ വല്യപ്പന്റെ പേര് മരിയ സൂസ എന്നാ. ഇത് പണിതയാള് മരിയ സൂസ. അത് മാത്രമല്ല, ആ പുള്ളി ജീവിച്ചിരിക്കുന്നവരെ എല്ലാ കൊല്ലവും പള്ളിയിൽ വന്ന് പുള്ളിക്ക് ഉള്ള ചെലവിനും എല്ലാ പൈസയും കൊടുക്കുമായിരുന്നു. അങ്ങനെ ഉള്ള ഇതുണ്ടായിരുന്നു. പുള്ളി ഇവിടെ തന്നെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങിത്തരാൻ ഇരുന്നോളാം പറഞ്ഞത്. അത്ര തൃപ്തിയായിരുന്നു അവർക്ക്. അപ്പം പുള്ളി പറഞ്ഞു എനിക്ക് നാട്ടിൽ പോണ ഇനി പറഞ്ഞുള്ളവര്. അപ്പൊ എല്ലാ കൊല്ലവും പെരുന്നാളിന് വരും. ജീവിച്ചിരുന്നവരെ പെരുന്നാളിന് വരും. അപ്പൊ ലോക പ്രശസ്തമായിട്ടുള്ള പാലാപ്പള്ളി, ലോക പ്രശസ്തം എന്ന് പറഞ്ഞാല് കുറച്ചു നാളായി ഈ കടുവ സിനിമ ഇറങ്ങിയിട്ട് 2 വർഷമാകുന്നു. അതിനകത്താണ് ഏറ്റവും കൂടുതൽ പാലാപ്പള്ളിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ആ കുരിശുപള്ളിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിന് ജൂബിലി, അവിടെ നടത്തുന്ന പെരുന്നാളിന്റെ ജൂബിലി തിരുനാൾ എന്നാണ് പറയുന്നത്. അപ്പൊ ആ കുരിശുപള്ളി പണിതത് ഈ സ്റ്റീഫന്റെ വല്യപ്പന്മാരാന്ന് പറയുന്നതിലെ ഭയങ്കര അതിശയം തോന്നുന്നുണ്ട് കേട്ടോ. അതിന്റെ കൊച്ചു പയ്യന്മാരായിട്ട് പണിയിൽ ചേർന്ന ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ ഈ പൊൻകുന്നത്ത് വന്നിട്ട് എത്ര നാളായി? പൊൻകുന്നത്ത് വന്നിട്ട് ഞാനിപ്പോ ഒരു 30 വർഷമായി. 30 കൊല്ലമായി. ഇപ്പൊ സ്റ്റീഫ, ഇവിടെ സ്റ്റോൺ വർക്കുകൾ ധാരാളം ഉണ്ട്. എന്നാലും അതിന്റെ ആ ഡീറ്റെയിൽസ് ഒന്ന് പറയാവോ? എന്തെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്? ഇവിടെ നമ്മള് കല്ലറകളുടെ പണിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അതിന്റെ ഗ്രാനൈറ്റ് ഒക്കെ നമ്മൾ ബാംഗ്ലൂര്, ഇവിടെ ആന്ധ്രയിൽ നിന്നൊക്കെ കൊണ്ടുവരും. നമ്മളിവിടെ കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് അക്ഷരമൊക്കെ കൊത്തി ഫോട്ടോ വേണമെങ്കിൽ ഫോട്ടോ ഒക്കെ ചെയ്ത് കൊടുക്കും. പിന്നെ ശിലാഫലകങ്ങൾ, മിനിസ്റ്റർമാരുടെ ഒക്കെ ഉദ്ഘാടനം, ഇങ്ങനെയുള്ള ഇതുകള്, പിന്നെ റോഡിന്റെ ഉദ്ഘാടനം, ഇതെല്ലാം ഉള്ള പണികളുണ്ട്. പിന്നെ കൽക്കുരിശിന്റെ പണികളൊക്കെ ചെയ്യും. അൽത്താര പണികളെല്ലാം ചെയ്യും. പിന്നെ അമ്പലത്തിന്റെ പണികള്, അമ്പലത്തിന്റെ ഈ ഇത് നടന്നു പോകുന്ന നടപ്പാത ചെയ്യും. എന്നാ പണികൾ ഉണ്ടെന്ന് വെച്ചാലും ചെയ്യും. സെന്റ് ആന്റണി സ്റ്റോൺ വർക്കിന്റെ കാഴ്ചകളായിരുന്നു നിങ്ങൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എത്ര മനോഹരമായിരിക്കുന്ന ഓരോ പണികളും അവർ കുത്തി ഉണ്ടാക്കുന്നതും, ഒരു വീടിന് വേണ്ട സാധനങ്ങളെ, അതുപോലെ തന്നെ ദേവാലയത്തിന് വേണ്ടത്, പിന്നെ അമ്പലത്തിന് വേണ്ടത്, എല്ലാ ധാരാളം സാധനങ്ങൾ ഇവർ തയ്യാറാക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ ഇത് പൊൻകുന്നത്ത് വരുവാണെങ്കിൽ, പൊൻകുന്നം പിന്നെ കോട്ടയം റൂട്ടിലെ, അതായത് KK റോഡ് സൈഡിൽ തന്നെ വലത്ത് സൈഡിലാണ് ഈ സെന്റ് ആന്റണി സ്റ്റോൺ വർക്ക്. വീട്ടിലേക്ക് വേണ്ട ഒത്തിരി സാധനങ്ങൾ, അമ്മിക്കല്ല്, അരകല്ല്, അതുപോലെ പിന്നെ ബാത്റൂമിൽ വെക്കാനുള്ള കാല് ചവിട്ടി കഴുകാനുള്ള കല്ലുകള്, അങ്ങനെ അതുപോലെ നമ്മള് സ്ഥലം മേടിക്കുമ്പോഴേ അവിടെ വെക്കുന്ന ഈ
വേലിക്കല്ലുകള് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.